ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. അപ്പം ഞാൻ ഇടുന്ന വർക്കൗട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വർക്കൗട്ട് വീഡിയോകൾക്കൊക്കെ നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അപ്പം ഇന്ന് ഞാൻ വർക്കൗട്ട് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മുടെ ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് വർക്കൗട്ടിന് ശേഷം എന്ത് കഴിക്കണം, വർക്കൗട്ടിന് മുമ്പ് എന്ത് കഴിക്കണമെന്ന് അവർക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും കാണില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പം നമുക്ക് വർക്കൗട്ടിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു 10 ഫുഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫുഡിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഡയറ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഫുഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം ഈ 10 ഫുഡുകളും നിങ്ങൾക്ക് വലിയ കോസ്റ്റ്ലി ആയിട്ടൊന്നും ഇത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമുക്ക് വീടുകളിൽ തന്നെ കിട്ടാവുന്ന കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഇതെല്ലാം നമുക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാവുന്ന ഫുഡുകളാണ് ഈ 10 ഫുഡുകളും. അപ്പം ഇതെല്ലാം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയ ഫുഡുകളാണ്. കാരണം വർക്കൗട്ടിന് ശേഷം നമ്മുടെ മസിൽ ടിഷ്യൂ ഒക്കെ ബ്രേക്ക് ഡൗൺ ആവും. അപ്പം അതിനെ നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനർജിയൊക്കെ നമുക്ക് ലോസ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് എനർജിയും തിരിച്ചു വരണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒരേപോലെ തന്നെ നമുക്ക് അത്യാവശ്യമാണ് വർക്കൗട്ടിന് ശേഷം. അപ്പം ഇതിനകത്ത് ആദ്യത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ മുട്ടയാണ്. മുട്ട വളരെ നല്ലൊരു ഫുഡാണ്. നമുക്ക് പോസ്റ്റ് വർക്കൗട്ടാണ്, എന്ന് വെച്ചാൽ വർക്കൗട്ടിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫുഡ് തന്നെയാണ് മുട്ട. വർക്കൗട്ടിന് ശേഷം നിങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരു പരമാവധി കഴിക്കാതിരിക്കുക. നിങ്ങൾ മുട്ടയുടെ വൈറ്റ് വെള്ള മാത്രം കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു മുട്ടയുടെ വെള്ളയിൽ നിന്ന് ഏതാണ്ട് 3 ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും. അപ്പം മുട്ടയുടെ വെള്ള കഴിക്കുക. അത് നിങ്ങളുടെ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ റിപ്പയറിങ്ങിനൊക്കെ വളരെ, മസിലിൻ്റെ ടിഷ്യൂ ഒക്കെ റിപ്പയർ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അത് കഴിക്കുക. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലാണ്, മിൽക്കാണ്. മിൽക്കും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, പാലെന്ന് പറഞ്ഞൊരു സമീകൃത ആഹാരമാണ്. അപ്പം അതും ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. അതും നമുക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാം. പിന്നെ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റ്, അതിൽ വളരെ എമൗണ്ടിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതുണ്ട്. അതും നമുക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മീലാണ്, ഒരു ഫുഡാണ് ചിക്കൻ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രീ വർക്കൗട്ട് മീലെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന തണ്ണിമത്തങ്ങ നമുക്ക് വളരെ നല്ലതാണ്. വർക്കൗട്ടിന് ശേഷം തന്നെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ കഴിക്കും. പൈനാപ്പിൾ വർക്കൗട്ടിന് ശേഷം കഴിക്കാൻ പറ്റുന്ന, പോസ്റ്റ് വർക്കൗട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സാധനം തന്നെയാണ് പൈനാപ്പിൾ. അതിനകത്ത് ഒരുപാട് അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതും വളരെ നല്ലതാണ്. നമ്മുടെ മസിലിൻ്റെ ടിഷ്യൂവിൻ്റെ റിപ്പയറിങ്ങിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ 5 പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ആറാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നൊരു സാധനമൊന്നുമല്ല, പക്ഷേ വേ പ്രോട്ടീനും നീ കഴിക്കും. കാരണം വേ പ്രോട്ടീൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ദഹനം നടക്കുന്ന ഒരു ഇതാണ് വേ പ്രോട്ടീൻ. ഒരു സ്കൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് 25-30 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് കിട്ടും. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മസിൽ റിക്കവറിക്കും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നൊരു സാധനമാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആവശ്യമാണെങ്കിൽ. പിന്നെ ഏഴാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന, നമ്മുടെ ഏത്തപ്പഴമാണ്. നിങ്ങൾക്കറിയാം, പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു വളരെ ഗുണമുള്ള ഒരു സാധനമാണ് ഈ ഏത്തയ്ക്ക എന്ന് പറയുന്നത്, ഏത്തപ്പഴം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം, നിങ്ങൾക്ക് ജിമ്മിലൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ ഏത്തയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഏത്തയ്ക്ക നമുക്ക് ഒരെണ്ണം തന്നെ വർക്കൗട്ടിന് ശേഷം കഴിച്ചാൽ തന്നെ ഈ മഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഏത്തയ്ക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് ഏത്തപ്പഴം വളരെ നല്ല ഒരു ഇത് തന്നെയാണ്. നിങ്ങൾ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു ഏത്തപ്പഴം നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ എട്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ വളരെ നല്ല ഒരു ഫുഡ് തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ. അത് നിങ്ങൾക്കറിയാം, ഈ ജപ്പാനിലേക്ക് ചില ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർക്ക് ദീർഘായുസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഗവേഷണങ്ങളൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതുപോലും ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ നിന്നാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അത്രത്തോളം വളരെ നല്ല ഒരു സാധനം തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ. അതും നമുക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാം. പിന്നെ അടുത്തതായിട്ട് എല്ലാവരും പറയുന്നൊരു സാധനമാണ്, കഴിച്ചുകൂടാത്ത സാധനം, വൈറ്റ് റൈസ്. പക്ഷേ നമ്മൾ മലയാളികൾ പൊതുവേ കഴിക്കുന്ന ഒരു സാധനം തന്നെ അരി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതുമല്ല ഈ വൈറ്റ് റൈസ് എന്ന് പറയുന്ന സാധനം.
പക്ഷേ നമുക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സ് തന്നെയാണ്, കാർബോഹൈഡ്രേറ്റാണ്. നമുക്ക് കഴിക്കാം, പക്ഷേ അത് കഴിക്കുമ്പം അതിനൊരു അളവ് വെക്കുക, വളരെ കുറച്ച് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ 9 എണ്ണം പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് 1 എണ്ണം കൂടെ കിട്ടാനുണ്ട്. അത് ഞാൻ ഒന്ന് നോക്കട്ടെ, അത് ഞാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ടാണ് ഫിഷും വളരെ നല്ലതാണ്. നമുക്ക് കിട്ടുന്ന ഏത് ഫിഷും നമുക്ക് ഉപയോഗിക്കാം വർക്കൗട്ടിന് ശേഷം. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഫിഷ്. അപ്പോൾ ഫിഷ് കഴിക്കാം. ഫിഷിലും നിങ്ങൾക്കറിയാം ഒരുപാട് അമിനോ ആസിഡൊക്കെ ഇറങ്ങിയിട്ടുള്ള സാധനമാണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷും നിങ്ങൾക്ക് വർക്കൗട്ടിന് ശേഷം കഴിക്കാം. നിങ്ങൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വലിയ കോസ്റ്റ്ലി അല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് മൊത്തം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് കണക്കുള്ള പുതിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ പ്രധാനമായിട്ടും ചെയ്തതെന്ന് വെച്ചാൽ വർക്കൗട്ട്, ഡയറ്റ് വീഡിയോകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടാൻ ചെയ്യുന്നത്. എല്ലാം നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് ജിമ്മിലൊന്നും വർക്കൗട്ട് ചെയ്യുന്നവർക്കൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അവിടെ ട്രെയിനേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഹോമിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോകൾ മൊത്തം. എനിക്ക് നല്ല റെസ്പോൺസാണ് എനിക്ക് തരുന്നത്. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.